ഗാസ്ട്രോണ്ടർ മീഡിയ. ഇവിടെ ഒരു വിജയം പടത്തിൻ്റെ പേര് സർവം മായ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളി, പ്രീതി മോഹൻലാൽ, വർഗീസ്, റിയ ഷിബു, കലാം, പിന്നെ വിനീത്, പിന്നെ ജനാർദ്ദൻ, മധു വാര്യർ എന്നിവരാണ്. പിന്നെ വിജീഷ് ഉണ്ട്, നമ്മുടെ കോമഡി അങ്ങനെയുണ്ട്. പടം ഡയറക്റ്റ് ചെയ്യുന്ന അഖിൽ സത്യനാണ്. മീൻസ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഡയറക്ഷൻ പടമാണിത്. ആദ്യം ഡയറക്റ്റ് ചെയ്തത് ബാലനേഷൻ സിനിമയായിരുന്നു, ദുൽഖറിനെ വെച്ചിട്ട്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫയർഫ്ലൈ ഫിലിംസ് പറഞ്ഞ ടീംസാണ്. ആരാന്ന് എനിക്കറിയണ്ട. അവരിന് മുമ്പ് ഏതൊക്കെ പടം ഡയറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ. എഡിറ്റഡ് ബൈ അഖിൽ സത്യൻ തന്നെയാണ് സിനിമ എഡിറ്റിങ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി ബൈ ശരൺ വേലയുധൻ നായർ. മ്യൂസിക് ബൈ ജസ്റ്റിൻ പ്രഭാകരൻ. ഇത്രയാണ് സിനിമയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. പടം കണ്ടു ചോദിച്ചാൽ the best movie I watched this year ആൻഡ് ഞാൻ ലിറ്ററേറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ രണ്ടാമത് ഇങ്ങോട്ട് ഈ സിനിമയായിരിക്കും. ഫസ്റ്റ് ഈസ് ഓൾവേസ് ജോൺ വിക് സീരീസ്, സെക്കൻഡ് ദിസ് മൂവി ആൻഡ് തേർഡ് ഈസ് OG. ഐ മീൻ ഡേക്കോളി OG. വേറെ നല്ല ഇഷ്ടം കടിച്ച് നല്ല കണ്ണിൽ ഒരു ഉറുമ്പ് പിടിക്കാൻ പോയതാണ് പിടിച്ചെടുത്ത. പടത്തിൽ ഹൈലി പോസിറ്റീവ്സ് പറയാം. ഒന്ന്, നിവിൻ പോളി ആൻഡ് റിയ ഷിബു. റിയ ഷിബു പിന്നെ വർഗീസ്, ഇവർ 3 പേരും തകർത്താണ്ടിയിട്ടുണ്ട് സിനിമയിൽ. ദ ഷോ സ്റ്റീലേഴ്സ് എന്ന് പറയാൻ പറ്റിയ അവർ കലക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് നിവിൻ പോളിയുടെ കംബാക്ക് എനിക്ക് രാമചന്ദ്രൻ കംബാക്ക് എടുത്തതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. രാമചന്ദ്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടൈപ്പ് സിനിമയല്ല. വാലൻ ഫ്രം ഇന്ത്യ ചിലവർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെ സാധനമായിരുന്നു. ബട്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് എനിക്കും നല്ല ഫീൽ ചെയ്തത്. ഇതുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ റിയ ഷിബു, ഇവർക്കൊരു റെക്കോർഡുണ്ട്. എന്താണെന്ന് വെച്ചാൽ തമിഴ് സിനിമയിൽ ഏറ്റവും പ്രായം ഒരു പടം ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്തു അതിന് റെക്കോർഡ് കൊച്ചുണ്ട്. എന്തിപ്പോൾ എത്ര വയസ്സെന്ന് കണ്ടിട്ട് ഓർമ്മയില്ല. സിനിമയുടെ പേര് വീരധീരസുരൻ എന്നാണ്. വിക്രമായിരുന്നു നായകൻ. അത് പ്രൊഡ്യൂസ് ചെയ്ത കൊച്ചാണിത്. ഈ കൊച്ച് വേറെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മുമ്പ് വിക്രം എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മാനവരത്തിൻ്റെ ഹിന്ദി റീമേക്കാണ് അത്. പിന്നെ ടെക്സ് എന്ന് പറഞ്ഞ സിനിമയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന കേട്ടോ. പിന്നെ വീരധീരസുരൻ പറയേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നൈസ് കൂടെ വരുന്നത്. ബട്ട് തമിഴന്മാർക്ക് ഭ്രാന്തിയാന്ന് തോന്നുന്നു. ആ പടം ജയിപ്പിക്കാൻ പോലും കിട്ടില്ല. പട്ടികൾ കിട്ടിയിരുന്നെങ്കിൽ ചവിട്ട് കൂട്ടാൻ അതങ്ങനത്തെ ഒരിത്. പിന്നെ ടാക്സ് ഒരു കാര്യം കൊള്ളൂല്. മുംബൈക്കർ മാനവരത്തിൻ്റെ റീമേക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു റീമേക്ക്. ആ സിനിമയുടെ വിത്ത് പെർഫെക്റ്റ് കാസ്റ്റിംഗ്. ഈ പടം പിന്നെ അജു വർഗീസ് ഇപ്പോൾ പ്രൊഡ്യൂസ് എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ കോമഡി ഈസ് നിവിൻ പോളി അജു വർഗീസ് കോംബോ. പൊടിച്ചിട്ടുണ്ട് ആ കോംബോ. നിവിൻ പോളിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. നിവിൻ പോളിയുടെ എന്നിട്ട് അജു വർഗീസിൻ്റെ പറയാം. നിവിൻ പോളിയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് ആയിരിക്കും. മീൻസ് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൻറ്റീൻസ്. ആൻഡ് ഹീസ് ഭയങ്കരക്ക് ഒരാഗ്രഹമുണ്ട് ഗിറ്റാർ ഇന്ത്യയിലെന്ന ഏറ്റവും വലിയ ഗിറ്റാറിസ്റ്റ് മനസ്സിലായില്ല, ഗിറ്റാർ വായിക്കുന്ന ആൾ അതാവണമെന്ന് ആഗ്രഹമുണ്ട് ഒരാൾ. അപ്പോൾ ഒരാൾ പൂജയൊക്കെ ചെയ്യണം. ഒരാൾ ദൈവത്തെ വിശ്വാസമില്ലെങ്കിൽ പോലും അങ്ങനെ പൂജയൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സിനിമ സ്റ്റോറിയുടെ പറയണം. സ്റ്റോറി എന്താ
എന്നുള്ളത് ചെറുതായിട്ടൊക്കെ പറയാം. ഞാൻ ടെസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇങ്ങനൊരു കസിന് എന്തോ പറ്റുമ്പോൾ കസിൻ പറഞ്ഞിട്ട് കസിനൊന്നും പറ്റില്ല. കസിൻ്റെ അസിസ്റ്റൻ്റ് ഭയങ്കര ഇത് കണ്ടോടെ കസിന് മീൻസ് ഐ മീൻ അജോറീസിന്. അപ്പോൾ അജോറീസാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിവിൻ പോളിയുടെ കസിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വിജീഷിനെ കണ്ടിട്ട് കണ്ടോടെ വിജീഷ് അസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നിവിൻ പോളിയോട് ചോദിക്കണം നീ എൻ്റെ അസിസ്റ്റൻ്റ് ആകുമെന്ന് ചോദിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞ് എന്നിട്ട് അതൊക്കെ പഠിച്ച് വന്ന് അങ്ങേർക്ക് പിന്നെ ചെറുപ്പത്തിലോട്ട് പൂജയൊക്കെ അറിയാം, അത്യാവശ്യം പൂജകളൊക്കെ അറിയാം. കാരണം പരമ്പരാഗതമായി ഈ പൂജയായിരുന്നു ഇവരുടെ കുടുംബക്കാർ, അതുകൊണ്ട് അങ്ങനെ അറിയാം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ആഗ്രഹമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മെയിനാവും. അപ്പോൾ ഒരു ദിവസം ഈ പ്രേതബാധയെ ഒഴിപ്പിക്കുക അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ അതിനങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും അങ്ങനെ അങ്ങോട്ട് ചെല്ലണം. അങ്ങനെ പ്രേതത്തിന് അങ്ങേർക്ക് ഒരു ഉറപ്പില്ല പ്രേതം ഇതിനെ ഒഴിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന്. അങ്ങനെ ഒഴിപ്പിക്കണം. പക്ഷേ സംഭവിച്ചതെന്താ വെച്ചാൽ അന്ന് രാത്രി ആ പ്രേതം അങ്ങോട്ടേ ഇങ്ങേരുടെ വീട്ടിലോട്ട് എത്തി. പക്ഷേ അങ്ങേർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അതായത് അങ്ങനെ അതാണ് ആ ക്യാരക്ടറാണ് റിയപ്രഷിപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ വിചാരിക്കും ഏത് കൊല്ലമാണടി അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനത്തെ സംഭവമല്ല. അവിടെ വെച്ച് ട്രാക്ക് മാറി നിങ്ങൾ എത്ര പേര് ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ലാലേട്ടൻ്റെ ഒരു പഴയ പടമുണ്ട് വിസ്മയത്തുമ്പത്ത് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ സ്റ്റോറിയായിട്ട് ചെറിയൊരു ലിങ്ക് വരും അതൊട്ട്. അതും അതുമാതിരിയാണ് പിന്നെ പോണത്. പിന്നെ അവസാനത്തെ ഒരു 20 മിനിറ്റ് എത്തുമ്പോൾ കുറച്ച് പഴയ സിനിമകളുടെ റെഫറൻസൊക്കെ വന്നു പോയ കണക്ക് തോന്നും. കാരണം അമ്മാതിരി വിഷമിപ്പിക്കുക. അവസാനം 20 മിനിറ്റ്സ് കരയാനുള്ള സാധനങ്ങളുണ്ട്. കരഞ്ഞു കൂടി. കാരണം ഈ ക്യാരക്ടർ ശ്രീ ക്യാരക്ടർ ആ 20 മിനിറ്റ് അവിടെ ആ സിനിമ ഫുള്ളായിട്ടുണ്ടായിരുന്നെങ്കിൽ ഉള്ള ഇതിലൂടെ നമ്മളെത്തും. അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ നമ്മളെത്തുകയും എത്തിപ്പോവും. അങ്ങനത്തെ ഒരു ഇത് അമ്മാതിരി അടിപൊളിയാണ്. കാരണം കെമിസ്ട്രി മേജർ പ്രീതി മുകുന്ദൻ്റെ കാര്യം പറയാൻ കേട്ടോ. അതിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത് അവസാനത്തെ 45 മിനിറ്റ്സിനാണ് വരുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ആറിൻ്റെ പ്രസൻസ്. വലിയ കാര്യം ചെറിയ റോള് കൊടുത്തിട്ടുണ്ട്, ബട്ട് ഷീ ഡൺ ഇറ്റ് വെൽ. അങ്ങനെ വിചാരിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് ആളുടെ റോള്. വിചാരിക്കുക പറയേണ്ട ആവശ്യമില്ല, ഊളപ്പടമാണ് നമ്മുടെ തലക്കാലത്തെ വീഴുന്നു. പിന്നെ ജനാർദ്ദനേട്ടനും മധുവാര്യരും സൂപ്പർബോർഡ് ചെയ്തിട്ടുണ്ട് ക്യാരക്ടേഴ്സ്. എനിക്ക് ഈ സിനിമ ഒട്ടും ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കട്ടൊക്കെ എൻജോയ് ചെയ്ത് സിനിമയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പറയുകയാണെങ്കിൽ വിസ്മയത്തുമ്പത്തിൻ്റെ സ്റ്റോറി വിത്ത് കുറച്ച് ക്ലൈമാക്സ് കത്താറാകുമ്പോൾ വന്തരം മാതിരി ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഇറ്റ്സ് ഗുഡ്. എനിക്ക് വന്തരം അത്യാവശ്യം ഇഷ്ടമുള്ള സിനിമ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട സിനിമ അതിൽ വിസ്മയത്തുമ്പത്ത് പ്ലസ് വന്തനം ആണ് സിനിമ. ബട്ട് ഐ ലൈക്ക് ദിസ് മൂവി എ ലോട്ട്. പിന്നെ എനിക്ക് ഒരു ലാഗും തോന്നിയിട്ടില്ല സിനിമ കണ്ടിട്ട്. പിന്നെ ഇതിൽ ഒരാളുടെ വിനീത് അതെൻ്റെ ചെറിയ റോളാണ് കൊടുത്തിരുന്നത്. മീൻസ് രേഷുവിൻ്റെ അച്ഛനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സൂപ്പർ ക്യാരക്ടർ അങ്ങനെ സൂപ്പർ ചെയ്തിട്ടുണ്ട്. ഒരു 4 ശേഷം ഒന്ന് തമിഴ്ത്താടിയിട്ടുണ്ട് ഒരു പടത്തിൽ നിന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. ഐ ആം വെരി ഹാപ്പി. പിന്നെ പാട്ടും ബീജിയും സൂപ്പർ ജസ്റ്റിന് പകരം പൊളിച്ചിട്ടുണ്ട്. ഹൈലി പോസിറ്റീവ്. പിന്നെ സ്റ്റോറി വാസ് ഹൈലി പോസിറ്റീവ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, സിനിമ എന്ന് പറയുന്നത് വിസ്മയത്തും വന്ദനവും കൂടി ചേർന്നിട്ടുള്ളതാണ് സിനിമ ഫുൾ. അത് ഇഷ്ടമുള്ളവർ മാത്രം കാണുക, ഇല്ലെങ്കിൽ ഒന്നും ചിലവർക്ക് അത് വർക്കാവില്ല. അതാണ് പ്രശ്നം.
ഞാൻ ഒന്നുകൂടി ഹൈലി പോസിറ്റീവ്സ് പറയാം. ഫസ്റ്റ് നിവിൻ പോളി, റിയ ഷിബു, അജു വർഗീസ് ഇവരുടെ 3 പേരുടെ പെർഫോമൻസും ഒരു ഹൈലി പോസിറ്റീവാണ്. പിന്നെ മ്യൂസിക് ആൻഡ് BGM ഇറ്റ്സ് ഹൈലി പോസിറ്റീവ്. അപ്പോൾ പറയാൻ കൊള്ളുന്നുണ്ട് ഇതിൻ്റെ എഡിറ്റിംഗ് ആൻഡ് സിനിമാറ്റോഗ്രാഫി അതൊരു ഹൈലി പോസിറ്റീവാണ്. പിന്നെ ആർട്ടാര് ചെയ്ത് എനിക്കറിയാം, എന്നാലും ഇറ്റ്സ് ഹൈലി പോസിറ്റീവ്. പിന്നെ ഇതിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതും അത്യാവശ്യം ഒരു ഹൈലി പോസിറ്റീവായിരുന്നു. ശ്രീരാഗമായിട്ട് അത് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഇതിന് ഒരു ഹൈലി പോസിറ്റീവ് ആണെങ്കിൽ ഫെയിൽ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഫ്ലാഷ് ബാക്കാണ്. അത്യാവശ്യം കരയിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അവസാനം 20 minutes ആണ് കറക്റ്റ് കരയിപ്പിക്കലാണ്. അത്യാവശ്യം കരഞ്ഞു പോയി. ഇവർ ഒന്നിപ്പിച്ചിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. അത് കരഞ്ഞു പോയി. എന്നാലും അഖിൽ സത്യൻ, യു ഡൺ എ സൂപ്പർ വർക്ക് ഫോർ നിവിൻ. എന്തായാലും നിവിൻ എന്തായാലും ഇത് ഇനിയും നല്ല പടങ്ങൾ ഇറങ്ങട്ടെ, ഇനിയും നല്ല പടങ്ങൾ ഇറങ്ങട്ടെ, പൊളിക്കട്ടെ. ഇനി ഒരിക്കലും ഒരു തിരിച്ചു പോക്ക് പോകരുത് എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് പറയുക. I got the prime നിവിൻ മീൻസ് രാമചന്ദ്രയിൽ മലയാളത്തിൽ ഒരു പുതിയ നിവിനെ കിട്ടിയെങ്കിൽ ഇതിൽ പഴയ നിവിനെ ഇപ്പോൾ തിരിച്ചിട്ട് എന്ത് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും നൽകിയത് പറയാനുണ്ട്. നിങ്ങൾ ഈ സിനിമ ഉണ്ടാവരാണെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ പറയുന്നുണ്ട്. ഈ സിനിമ കണ്ടത് 4 മണി വിട്ടണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള 4ാമത്തെ സഹിക്കുക. അപ്പോൾ ബൈ ബൈ ഡെൽറ്റ.